വിവേക് അഗ്നിഹോത്രിയുടെ കാശ്മീർ ഫയൽസ് എന്ന ഹിന്ദി സിനിമ ഒരു അഗ്നിയായി ഭാരതമണ്ണിൽ പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആരെയൊക്കെയോ കഠിനമായി പൊള്ളിക്കുന്ന ഈ സിനിമ ബോക്സ് ഓഫീസ് കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് ലോകമെമ്പാടുമുള്ള 2000-ഓളം സ്ക്രീനുകളിലേക്ക് പടർന്നു കഴിഞ്ഞു. ഈ സിനിമ കേരളത്തിനും ഒരു മുന്നറിയിപ്പാണ്. കേരളത്തിൽ ഈ സിനിമ തിയേറ്ററുകളിൽ പ്രത്യക്ഷപ്പെടാൻ കുറച്ച് സമയമെടുത്തു. ആര് കണ്ടില്ലെങ്കിലും കാശ്മീർ ഫയൽസ് മലയാളികൾ കണ്ടിരിക്കണം. കാരണം നാളത്തെ കാശ്മീരാകാനുള്ള എല്ലാ യോഗ്യതയും കേരളത്തിനുണ്ട്. ഭൂമിയിലെ സ്വർഗമായിരുന്ന കാശ്മീർ 90കളിൽ നരകമായി മാറിയത് എങ്ങനെ? ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളം സാത്താന്റെ സ്വന്തം നാടായി മാറാൻ ഇനി അധിക നാളുകളില്ല. കപട മതേതരത്വത്തിന്റെ കണ്ണാടിയെടുത്ത് ദൂരെ കളഞ്ഞ ശേഷം ഒന്ന് ചുറ്റും നോക്കിയാൽ ഇത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഇസ്ലാമിക തീവ്രവാദത്തിന് കടിഞ്ഞാടിടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു കാലത്ത് കേരള ഫയൽസ് എന്നൊരു സിനിമ കേരളത്തിലെ ഹൈന്ദവരും ക്രൈസ്തവരും ജീവനോടെ ശേഷിക്കുന്നുണ്ടെങ്കിൽ മറ്റെവിടെയെങ്കിലും ഇരുന്ന് കാണേണ്ട സാഹചര്യമുണ്ടാകും. എപ്പോഴും ചിലരുടെ പക്ഷം മാത്രം പിടിക്കുന്നവർ പൊതുബോധം നിർമ്മിക്കുമ്പോൾ കാശ്മീർ ഫയൽസ് പോലെയുള്ള സിനിമകൾ കാണുന്നതും പ്രചരിപ്പിക്കുന്നതും വളരെ നല്ലതാണ്. ഈ സിനിമയെക്കുറിച്ചുള്ള ഫാദർ ജോൺസൺ പാലപ്പള്ളിയുടെ നിരൂപണത്തിലെ പ്രസക്തമായ ചില വാക്കുകൾ ഇങ്ങനെയാണ്. കാശ്മീർ പണ്ഡിറ്റ്സ് എന്നറിയപ്പെട്ടിരുന്ന പൊതുവെ നിരുപദ്രവകാരികളായ ഒരു ജനസമൂഹത്തെ പിറന്ന നാട്ടിൽ നിന്നും തുടച്ചു മാറ്റുവാൻ പൊളിറ്റിക്കൽ ഇസ്ലാമിക സംഘടനയായ ജമ്മു കാശ്മീർ ലിബറേഷൻ ഫണ്ടും പാകിസ്ഥാൻ തീവ്രവാദികളും ചേർന്ന് നടത്തിയ നിഷ്ഠൂര വംശഹത്യയുടെ ഇതുവരെ ആരും പറയാത്ത അരിങ്കൊലകളുടെ കഥകൾ പച്ചയ്ക്ക് പറയുകയാണ് ഇത് കാശ്മീർ ഫയൽസ്. മതം മാറുക, നാടുവിടുക, രണ്ടുമല്ലെങ്കിലും മരണം വരിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി 1990കളിൽ കാശ്മീരിന്റെ പണ്ഡിത വീട്ടുകളിൽ രക്തദാഹികളെ പോലെ ഓടി നടന്ന തീവ്രവാദി സമൂഹത്തിന്റെ ഇതുവരെ അധികമാരും അറിയാത്ത കൊടുംക്രൂരതയുടെ കഥകൾ ഹൃദയവേദനയോടെ മാത്രമേ കണ്ടിരിക്കാനാവൂ. സിനിമയിൽ കാണുന്ന സമാനതകളില്ലാത്ത ക്രൂരതകളും ദുരന്തങ്ങളും മരണങ്ങളുമൊന്നും സാങ്കല്പികമല്ല. കാശ്മീർ ഫയൽസ് ഒരു അടഞ്ഞ അധ്യായം അല്ല എന്ന് തിരിച്ചറിയണം നമ്മൾ. പല ഭാവത്തിലും പല രൂപത്തിലും ഇന്നും അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ലോകമെമ്പാടും പല മുഖമാണ് ആ തീവ്രവാദത്തിന്. സിറിയയിൽ കൂട്ടക്കുരുതി നടത്തുമ്പോൾ അവർ IS ആണ്. നൈജീരിയയിൽ വംശഹത്യ നടത്തുമ്പോൾ അവർക്ക് പേര് ബൊക്കോ ഹറാം. മ്യാൻമാറിലെ ബുദ്ധസന്യാസികളെ ആക്രമിക്കുമ്പോൾ അവരെ രോഹിംഗ്യൻസ് എന്ന് വിളിക്കുന്നു. ലോകവ്യാപാര സമുച്ചയത്തിൽ വിമാനം ഇടിച്ചിറക്കുമ്പോൾ അവർ അൽ ഖ്വയ്ദ. ഉത്തരേന്ത്യൻ നഗരങ്ങളിൽ സ്ഫോടന പരമ്പരകൾ ആസൂത്രണം ചെയ്യുമ്പോൾ അവർ ലഷ്കർ-ഇ-തോയ്ബ ആകുന്നു. കൊച്ചു കേരളത്തിൽ കുളവിദ്യാപകന്റെ കൈവിട്ടുമ്പോൾ അവർ പോപ്പുലർ ഫ്രണ്ട്. മഹാരാജാസ് ക്യാമ്പസിൽ അഭിമന്യു എന്ന ചെറുപ്പക്കാരന്റെ ജീവനെടുക്കുമ്പോൾ അവർ SDPI. കാശ്മീർ ഫയൽസ് മാനവരാശിക്ക് വെളിപാടിന്റെ ഒരു സിനിമയാകണം. സ്ത്രീകൾക്ക് ഭരണത്തിൽ കൂടുതൽ അവസരങ്ങൾ നൽകുകയും കേവലം 22 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയെ കോർപ്പറേഷന്റെ മേയറാക്കുകയും ചെയ്ത ഇടതുപക്ഷത്തിന്റെ ധീരമായ നിലപാട് ഏവരുടെയും പ്രശംസ പിടിച്ചു പറ്റുകയുണ്ടായി. എന്നാൽ പാർട്ടിയുടെ കുട്ടിക്കൂട്ടവും പിണറായിയുടെ പോലീസും ചേർന്ന് കേരളത്തിലെ സ്ത്രീകളോട് ചെയ്യുന്നത് കണ്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് ഇന്ന് ലോകം. സംസാരിക്കാൻ വയ്യ. അമ്മച്ചി വീട്ടിൽ പറഞ്ഞില്ലേ? ഞങ്ങളുടെ ജീവന സംരക്ഷണത്തിനുള്ള പോലീസ് ഞങ്ങളെ തന്നെ ആത്മഹത്യയിലേക്ക് വക്കിലേക്ക് വിട്ടാൽ
സ്ത്രീകളും കുട്ടികളും വൃദ്ധജനങ്ങളും ഉൾപ്പെടെ നിരവധി പേരാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. എന്നെ താഴെ വലിച്ചിഴച്ചു, താഴെ തള്ളിയിട്ടു, ഇടിച്ചു. ഒരുപാട് പേര് വന്ന് ഇടിക്കുകയായിരുന്നു. ഈ സംഭവങ്ങൾ കേരളത്തിൻ്റെ യശസ് വാനോളം ഉയർത്തിയിരിക്കുകയാണ്. ഇതാണോ പിണറായി വിഭാവനം ചെയ്ത സ്ത്രീ സുരക്ഷ? പിണറായി പറയാതെ പോലീസ് ഈ അതിക്രമങ്ങൾ സ്ത്രീകളോട് ചെയ്യുമോ? പാർട്ടിയുടെ മൗന അനുവാദമില്ലാതെ പാർട്ടിയുടെ കുട്ടിക്കൂട്ടങ്ങൾ ഇത്തരം തോന്നിവാസങ്ങൾ കാട്ടിക്കൂട്ടും. ഏത് വിധേനയും എന്ത് വില കൊടുത്തും കേരയിൽ നടപ്പാക്കും, പാർട്ടിയെ വളർത്തും എന്നതാണോ CPM-ന്റെ പുതിയ മുദ്രാവാക്യം? ഇവർ സ്ത്രീകളുടെ സംരക്ഷകരോ അതോ സംഹാരകരോ? പഞ്ചാബ് രക്ഷപ്പെട്ടു, ഡൽഹി നേരത്തെ രക്ഷപ്പെട്ടു, കേരളം ഇനി എന്ന് രക്ഷപ്പെടും? ഈ ചോദ്യമാണ് നാടൊട്ടുക്കും ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അഴിമതിയിലും കെടുകാര്യസ്ഥതയിലും കടക്കണിയിലും മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുന്ന കേരളത്തെ രക്ഷിക്കാൻ അരവിന്ദ് കെജ്രിവാളിന്റെ ദീർഘവീക്ഷണവും ഹിറ്റക് സാബുവിനെ പോലെയുള്ളവരുടെ നിശ്ചയദാർഢ്യവുമുള്ള നേതൃത്വം കേരളത്തിന് ഇനി ആവശ്യമാണ്. പ്രത്യയശാസ്ത്രത്തെക്കുറിച്ചും സാമ്പത്തിക നയത്തെക്കുറിച്ചും വിദേശ നയത്തെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ പോലും പാവപ്പെട്ടവന്റെ ജീവിതത്തെക്കുറിച്ച് മറക്കരുതെന്നാണ് ആം ആദ്മിയുടെ നയം. ജനങ്ങളിൽ നിന്ന് വാങ്ങുന്നത് ജനങ്ങൾക്ക് തന്നെ എങ്ങനെ ഫലപ്രദമായി വിനിയോഗിക്കാമെന്നതാണ് ഭരണത്തിൻ്റെ മികവെന്ന് പറയുന്നത്. ആം ആദ്മി പാർട്ടി അതിൽ വിജയിക്കുക തന്നെ ചെയ്തു. घाटे में नहीं, आज दिल्ली सरकार पूरे देश में अकेली सरकार है जो फायदे में चल रही है, घाटे में नहीं चल रही। CAG की रिपोर्ट है 2019 की, उस रिपोर्ट में लिखा है हमारी सरकार बनने के पहले दिल्ली सरकार घाटे में चलती थी। हमारी सरकार बनने से तब से लेके आज तक दिल्ली सरकार अकेली सरकार है पूरे देश के अंदर जो फायदे में चल रही है। मैं सरकार फायदे में चला रहा हूँ, मैं कोई नया टैक्स नहीं लगा रहा, मैं कोई लोन नहीं ले रहा। अगर मैंने करप्शन खत्म करके पैसा बचा के लोगों को अगर सुविधाएं दे दी तो क्या बुरी बात की। ये फ्री दवाइयों वाला कैसे सिलसिला चालू हुआ, ये बड़ा इंटरेस्टिंग है। हमने एक फ्लाईओवर बनवाया, उस फ्लाईओवर की 325 करोड़ रुपए की एस्टिमेटेड कॉस्ट थी, वो शायद 200-250 करोड़ रुपए में बन गया, तो 125-150 करोड़ रुपए उसमें बच गए। कैबिनेट मीटिंग चल रही थी, हम लोग डिस्कस कर रहे थे तो पता चला कि ये 125-150 करोड़ रुपए बच गए। हम ये डिस्कस कर रहे थे इस पैसे को कहाँ इस्तेमाल करें। तो मैंने कहा अगर हम सबका इलाज फ्री करना चाहें तो कितना खर्चा आएगा। सो आफ्टर 2-3 days दे गॉट बैक टू मी, दे सेड 300-350 करोड़। सो मैंने कहा ठीक है, इतना तो हम फ्लाईओवर बनाने में ही बचा लेंगे, इतना का पैसा। तो अगर मैंने फ्लाईओवर बचा के लोगों का इलाज फ्री कर दिया तो क्या बुराई है। मैंने सुना था कि एक मुख्यमंत्री हैं शायद गुजरात के, उन्होंने अपने लिए एक जहाज खरीदा 190 करोड़ रुपए का। मैंने लिए अपने जहाज नहीं खरीदा, मैंने दिल्ली की सारी अपनी माँ बहनों का DTC बसों में किराया मुफ्त कर दिया, 150 करोड़ का खर्चा आया। बताओ क्या बुराई है। सो गुड पॉलिटिक्स एंड गुड इकोनॉमिक्स ये कर रहे हैं हम लोग। ഇത്രയും സിമ്പിളായ കാര്യങ്ങൾ ഇവിടെയും നടപ്പാക്കാൻ കഴിയുമെന്നിരിക്കെയാണ് ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ വികസനത്തിന്റെ പേരും പറഞ്ഞ് നാടിനെ കടത്തിൽ മുക്കി പൊടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. BJPക്കും ഇവിടെ ഒരു സാധ്യത കാണുന്നില്ല. കാരണം കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളുടെ വിശ്വാസ്യത പൂർണ്ണമായി നേടിയെടുക്കാൻ BJPക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കാരണം BJPയെ ഒരു വർഗീയ പാർട്ടിയായിട്ട് തന്നെയാണ് ഇപ്പോഴും ജനങ്ങൾ കാണുന്നത്. മാത്രവുമല്ല, അഹങ്കാരവും തന്നിഷ്ടവും നിറഞ്ഞ നേതൃത്വങ്ങളെ എവിടെയും ജനങ്ങൾ അംഗീകരിക്കുകയുമില്ല. അങ്ങനെയിരിക്കെ ഇനി സാധ്യതയുള്ളത് ആം ആദ്മി 2020 കൂട്ടുകെട്ടിനാണ്. കേരളത്തിലെ ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വം ഹിറ്റക്സിന്റെ സാബു എം ജേക്കബ് ഏറ്റെടുക്കണമെന്നും
സാബുവിന്റെ നേതൃത്വത്തിൽ ആം ആദ്മി പാർട്ടി കേരളത്തിൽ പടർന്നു കയറണമെന്നും ആഗ്രഹിക്കുന്ന അനേകര് ഇന്ന് കേരളത്തിലുണ്ട്. രാജ്യത്തിന് മുഴുവൻ പ്രതീക്ഷ നൽകുന്ന ആം ആദ്മി പാർട്ടിയുടെ ഭാഗമായി മാറാൻ 2020 സാധിച്ചാൽ അവർക്ക് നിയമസഭയിൽ വരും കാലങ്ങളിൽ ഇരു മുന്നണികളുടെയും ഭരണത്തെ നിയന്ത്രിക്കുന്ന നിർണായക ശക്തിയായി മാറാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു ധീരമായ തീരുമാനം അരവിന്ദ് കെജ്രിവാളും സാബു എം ജേക്കബും ചേർന്ന് എടുക്കുന്നത് കാണാൻ കേരളത്തിലെ വലിയ ഒരു വിഭാഗം ജനങ്ങൾ കാത്തിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനിൽ മലയാളിയായ നജീബ് എന്ന 23-കാരൻ ചാവേറായി പൊട്ടിത്തെറിച്ചു. ഈ വാർത്ത കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്നൊന്നും ശ്രദ്ധിച്ചേ. മലയാളിയായ IS ഭീകരൻ അഫ്ഗാനിസ്ഥാനിൽ കൊല്ലപ്പെട്ടു. ചാവേർ ആക്രമണത്തിലാണ് മലയാളിയായ നജീബ് അൽ ഹിന്ദി കൊല്ലപ്പെട്ടത് എന്ന് IS ഖുറാസൻ മുഖപത്രം. ചാവേറായി ഒരാൾ സ്വയം പൊട്ടിത്തെറിക്കുന്നത് എങ്ങനെയാണ് കൊല്ലപ്പെടലാകുന്നത്? കേരളത്തിലെ മാധ്യമപ്രവർത്തകരോടായി ഒരു ചോദ്യം. വെറും 23 വയസ്സ് മാത്രം പ്രായമുള്ള എംടെക് വിദ്യാർത്ഥിയായ നജീബ് എന്ന ചെറുപ്പക്കാരൻ അവന്റെ വിവാഹ ദിവസം തന്നെ പൊട്ടിത്തെറിച്ചത് നിങ്ങൾ ആരും എന്തേ ഇതുവരെ ചർച്ചയ്ക്കെടുക്കാത്തത്? അവൻ എന്തിനു വേണ്ടി ചാവേറായി പൊട്ടിത്തെറിച്ചുവെന്ന് നിങ്ങൾ എന്തേ അന്വേഷിക്കാതെ ഇരിക്കുന്നത്? നജീബ് തന്റെ വിവാഹ ദിവസം തന്നെ ഇപ്രകാരം ചെയ്യാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾ അന്വേഷിച്ചോ? ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു ചെറുപ്പക്കാരൻ IS-ൽ ചേർന്ന് ഇത്തരം ഒരു ഹീനകൃത്യം ചെയ്യാൻ തക്കവിധം അവനെ സ്വാധീനിച്ച മാസ്മരിക ശക്തി എന്തായിരുന്നു? കുറച്ചുനാൾ മുമ്പ് ഒരു ഉസ്താദ് പറഞ്ഞ ആശ്വാസ വാക്കുകൾ അല്ല, പ്രാന്തം വാക്കുകൾ ഒന്ന് കേട്ടു നോക്ക്. രക്തസാക്ഷികൾക്ക് നഷ്ടം പറ്റിയോ? ഇല്ല. ഹബീബായ റസൂൽ പറയുന്നു, രക്തസാക്ഷികൾക്ക് നഷ്ടം പറ്റിയിട്ടില്ല. അവൻ രക്തസാക്ഷിത്വം വഹിക്കുന്നതോടെ പടച്ച തമ്പുരാൻ ഈമാനിന്റെ ആഭരണങ്ങൾ അവൻ അണിയിച്ചു കൊടുക്കുകയാണ്. ഈമാനിന്റെ ആഭരണങ്ങൾ അണിയിച്ചു കൊടുക്കുകയാണ്. ആ രക്തസാക്ഷിക്ക് പടച്ചവൻ സ്വർഗത്തിൽ നിന്ന് 72 ഹൂറില്ലീങ്ങളെ അവന് ഇണകളായി കൊടുക്കുകയാണ്. നാളെ ഈ സലാഹുദ്ദീന്റെ ഭാര്യ ആ 72 ഹൂറുകളുടെയും റാണിയായി കൊണ്ട് സലാഹുദ്ദീനോട് ചെന്നു ചേരുന്ന ഒരവസ്ഥ സംജാതമാകുന്നു. പടച്ച തമ്പുരാൻ ആ ഭാര്യയെ സ്വീകരിക്കാൻ 72 ഹൂറില്ലീങ്ങളെ ഇപ്പോഴേ ഷഹീദ് സലാഹുദ്ദീൻ എന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന് ഇണകളായി തോഴികളായി നിശ്ചയിച്ചു കൊടുക്കുക. ആരാടോ പറഞ്ഞത് സലാഹുദ്ദീന് നഷ്ടം സംഭവിച്ചു പോയെന്ന്? വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇവർ മനസ്സിലാക്കി വയ്ക്കുന്ന ഇതുപോലെയുള്ള വികലമായ അറിവുകൾ ഇത്തരം കിരാതകൃത്യങ്ങൾ ചെയ്യുവാൻ ഇനിയും അനേകരെ പ്രേരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതൊന്ന് ചർച്ച ചെയ്യാമെങ്കിൽ കേരളത്തിൽ കുറെ പേരെയെങ്കിലും ഈ മാരക വിപത്തിൽ നിന്നും രക്ഷിക്കുവാൻ ഒരുപക്ഷെ സാധിച്ചേക്കാം. ചാനൽ ജഡ്ജിമാരോടായിട്ട് ഒരു ചോദ്യം കൂടി. നജീബിന്റെ സ്ഥാനത്ത് മറ്റൊരു മതക്കാരനായിരുന്നെങ്കിൽ, ഒരച്ഛനോ കന്യാസ്ത്രീയോ മെത്രാനോ ആരോപണ വിധേയരായ ഏതെങ്കിലും സംഭവമായിരുന്നെങ്കിൽ നിങ്ങളത് എത്ര ദിവസങ്ങളും മാസങ്ങളും തന്നെ ആഘോഷിക്കുമായിരുന്നു. എവിടെ ഇതുപോലെയുള്ള ഭീകര പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും ഇപ്പോൾ നിങ്ങൾ പുലർത്തുന്ന പരിപൂർണമായ ഒരു നിശബ്ദതയുണ്ടല്ലോ, അത് തികച്ചും ഇരട്ടത്താപ്പാണ്. വാസ്തവത്തിൽ നിങ്ങളുടെ ഈ നയമാണ് കേരളത്തിൽ വർഗീയതയ്ക്ക് വളം വെച്ചുകൊണ്ടിരിക്കുന്നത്. കേൾക്കാൻ രസമുള്ള ഒരു തമാശ കൂടി ഇരിക്കട്ടെ. കേരളത്തിന്റെ സമാധാനം കെടുത്തിയ ഒരു ഭരണകൂടം ലോക സമാധാനത്തിനു വേണ്ടി 2 കോടി രൂപ നീക്കി വെച്ചിരിക്കുന്നു. അത്ര എന്ത് കാണിക്കാനാണാവോ? 2022-23 സംസ്ഥാന ബജറ്റിലെ ആദ്യ പ്രഖ്യാപനം. ലോകമെമ്പാടുമുള്ള പ്രഗത്ഭരായ സമാധാന പ്രവർത്തകരെയും ചിന്തകരെയും സംഘടിപ്പിച്ചുകൊണ്ട് ഓൺലൈൻ ചർച്ചകളും സെമിനാറുകളും സംഘടിപ്പിക്കുന്നതിനും സമാധാന പ്രശ്നങ്ങൾക്ക് ശക്തി പകരുന്നതിനുമായി 2 കോടി രൂപ നീക്കിവെക്കുന്നു.
യുക്രൈനിൽ നിരപരാധികളെ കൊല്ലുന്നത് തെറ്റാണെന്ന് പറഞ്ഞ താലിബാനും മഹത്തായ ലക്ഷ്യത്തിന് വേണ്ടി നീക്കിവെച്ച ഈ 2 കോടിയും തമ്മിൽ എവിടെയോ ഒരു കെമിസ്ട്രി ഉണ്ടെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ ഒരു തെറ്റും പറയാൻ പറ്റും. റഷ്യ യുക്രൈനിൽ യുദ്ധം ആരംഭിച്ചിട്ട് ഇപ്പോൾ 1 മാസം പിന്നിടുന്നു. കീവിൽ ഉഗ്രയുദ്ധത്തിന് കളമൊരുങ്ങുകയാണ്. രൂക്ഷമായ പോരാട്ടത്തിന്റെ ദൃശ്യങ്ങളാണ്. റഷ്യ യുക്രൈനിലേക്ക് കടന്നു കയറി കഴിഞ്ഞിരിക്കുകയാണ്. യുദ്ധത്തിന്റെ തീവ്രത അത് വ്യക്തമാക്കുന്ന പുതിയ ദൃശ്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. യുക്രൈൻ അതിർത്തിക്കുള്ളിൽ കിടന്ന റഷ്യൻ വിമാനം തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്ന ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. യുദ്ധം ആരംഭിച്ച ദിനങ്ങളിൽ രാവിലെ മുതൽ പാതിരാ വരെ ഒരു ബ്രേക്ക് പോലും ഇല്ലാതെ യുദ്ധവാർത്തകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ചാനലുകാരുടെ ആവേശമെല്ലാം പാതയെ കെട്ടടങ്ങി. എന്താണ് ആദ്യത്തെ ആ ശൗര്യമൊന്നും ഇപ്പോൾ ഇല്ലാത്തത്? യുദ്ധം തുടരുകയാണല്ലോ, എന്നിട്ടും എന്തേ നിർത്തിക്കളഞ്ഞത്? മലയാളികളെല്ലാം തിരിച്ചെത്തി. ഇനി യുക്രൈനെ കുറിച്ച് വിലപിച്ചാൽ റേറ്റിംഗ് കൂടുമോ? ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, യുക്രൈനിലെ ജനങ്ങളുടെ ജീവനെക്കുറിച്ചുള്ള ആശങ്കയൊന്നുമല്ല ചാനലുകാരെ ഇത്രയും നാൾ ആവേശം കൊള്ളിച്ചത്. പിന്നെയോ റേറ്റിംഗ് തന്നെ മുഖ്യം. ചാനലുകാരുടെ ആദ്യത്തെ ആവേശത്തെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ തങ്ങളാണ് കേമന്മാർ എന്ന് വരുത്താനുള്ള ഒരു ശ്രമം മാത്രമായി നമ്മൾ കണ്ടാൽ മതി. ഒടുവിൽ ഹിജാബ് വിവാദത്തിന് താൽക്കാലികമായി കൂട്ടുവീണു. പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ തങ്ങളുടെ മത രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി രാജ്യവിരുദ്ധ ശക്തികളുടെ ചട്ടുകങ്ങളായും അവരുടെ പണം വാങ്ങിയും ചില തൽപരകക്ഷികളായ മാധ്യമങ്ങളുടെ പിന്തുണയോടെ കുത്തിപ്പൊക്കിയ ഹിജാബ് വിഷയം കോടതി വിധിയോടെ സ്വയം കുഴിച്ച കുഴിയിൽ വീണ അവസ്ഥയിലായി. മുസ്ലിങ്ങൾ ഇന്ത്യയിൽ അപകടത്തിലാണ് എന്ന മുറവിളിയോടെ ലോക ശ്രദ്ധ ക്ഷണിക്കാൻ നെഞ്ചത്തടിച്ച് നിലവിളിച്ച ഇസ്ലാമിസ്റ്റുകളുടെ നെഞ്ചത്താണ് ഇപ്പോൾ വാസ്തവത്തിൽ കോടതി കടാര കുത്തി ഇറക്കിയത്. മലാലയും എർദോഗനും ഇമ്രാൻഖാനും നിമിഷങ്ങൾക്കകം പിന്തുണ പ്രഖ്യാപിച്ചതോടെ ഇതാരുടെ അജണ്ടയാണെന്ന് ഇന്ത്യയിലെ സാമാന്യ ജനത്തിന് വളരെ വേഗത്തിൽ ബോധ്യപ്പെട്ടു. ഇത്തരമൊരു വിധി വാങ്ങിയെടുത്ത പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ വാസ്തവത്തിൽ മുസ്ലിം സമൂഹത്തിന് തന്നെ ഒരു ബാധ്യതയായി മാറിയിരിക്കുകയാണ്. എന്തായിരുന്നു ഹിജാബ് വിവാദത്തിന് വഴിവെച്ചത്? മനോരമ ന്യൂസിന്റെ കൗണ്ടർ പോയിന്റിൽ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ പറയുന്നത് ശ്രദ്ധിക്കുക. 2004 മുതൽ യൂണിഫോം എല്ലാം ഉണ്ടായിരുന്ന ഒരു കോളേജിൽ, യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ലാതെ പോയിക്കൊണ്ടിരുന്ന ഒരു കോളേജിൽ വളരെ കൃത്യമായിട്ട് 2021 ഡിസംബർ മാസം 31 തീയതി കുറെ കുട്ടികൾ പ്രത്യേക വേഷവിധാനവുമായിട്ട് പ്രധാനപ്പെട്ട ചില കുട്ടികൾ 4-5 കുട്ടികൾ ക്ലാസ് റൂമിലേക്ക് വരുന്നു. അതിനെ അധ്യാപകർ ചോദ്യം ചെയ്യുന്നു. അധ്യാപകർ ചോദ്യം ചെയ്ത സമയത്ത് പ്രിൻസിപ്പൽ പറയുന്നു നിങ്ങളുടെ പാരൻസിനെ കൊണ്ടുവരാൻ. പാരൻസിനെ കൊണ്ടുവന്നു. പാരൻസിനോട് പറയുന്നു ഇതാണ് ഇങ്ങനെയാണ് സംഭവം, ഞങ്ങളുടെ കോളേജിൽ നിങ്ങൾ എഴുതി ഒപ്പിട്ട് തന്നതാണ്, അതിന് വിരുദ്ധമായിട്ട് ഇങ്ങനത്തെ ഷാൾ അണിയാൻ പാടില്ല. അപ്പോ ആ രക്ഷിതാക്കൾ അത് കൺവിൻസ് ആവുന്നു. രക്ഷിതാക്കൾ തിരിച്ചു പോകുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ബന്ധുക്കൾ വരുന്നു. ബന്ധുക്കളോടും ഇത് തന്നെ പറയുന്നു. ബന്ധുക്കൾ തിരിച്ചു പോകുന്നു. അത് കഴിഞ്ഞപ്പോൾ കുറെ ആളുകൾ വരുന്നു. അതാരാ വരുന്നത്? വളരെ കൃത്യമല്ലേ, അത് വരുന്നത് ഇവിടുത്തെ മതമൗലിക പ്രസ്ഥാനമെന്ന് എല്ലാവരും പറയുന്ന NDF-ന്റെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും അഭിഭാഷകർ വരുന്നു. ഈ അഭിഭാഷകർ കോളേജിൽ വന്ന് ഈ കുട്ടികൾക്ക് വേണ്ടി വാദിക്കുന്നത് എന്തർത്ഥത്തിലാണ്? ഒരു മതമൗലിക സംഘടനയുടെ വാദികൾ വരുന്നു, ഞങ്ങൾ ഇത് ഇട്ടിരിക്കും എന്ന് പറയുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അധികൃതർ പറയുന്നു പറ്റില്ല. അപ്പൊ അധികൃതർ ക്ലോസ് ചെയ്തു. ഹിജാബിന് വേണ്ടിയുള്ള പ്രതിഷേധ സമരത്തിനെത്തിയവർ ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാനാവാത്ത വിധം കണ്ണുകൾ മാത്രം വെളിയിൽ കാട്ടിയുള്ള വേഷധാരികളായിരുന്നു. നമ്മുടെ കൊച്ചു കേരളത്തിലെ ചില സ്കൂളുകളിലും സമീപകാലങ്ങളിൽ ഇക്കൂട്ടർ ഇത്തരം വിവാദങ്ങൾ ഉയർത്തി പ്രശ്നങ്ങളുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കീഴിലുള്ള സ്കൂളുകളിൽ സ്വതവേ സൗമ്യപ്രകൃതരായ സന്യാസിനിമാരെ പ്രകോപിപ്പിച്ച്
പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്ന കാഴ്ചകൾ കേരളം കണ്ടു. രാഷ്ട്രീയ മാധ്യമ ശൃംഖലകൾ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ നീരാളിപ്പിടുത്തത്തിൽ മുങ്ങിയതോടെ ഇനി നീതി ലഭിക്കാനുള്ള അവസാനത്തെ വഴി ജുഡീഷ്യറി മാത്രമാണെന്നതാണ് വർത്തമാന ഭാരതത്തിലെ യാഥാർത്ഥ്യം. ഈ 2 വീഡിയോകൾ ശ്രദ്ധിക്കുക. ഒന്ന്, പെരുമ്പാവൂരിൽ ഹിജാബ് വിധി മുസ്ലിങ്ങൾക്ക് ബാധകമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ പ്രകടനം. മറ്റൊന്ന്, താലിബാൻ ഭീകരന്മാരുടെ ഒരു വീഡിയോ. ഇത് 2 നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. 2 കൂട്ടരുടെയും പതാകകൾ ഒന്ന് തന്നെയാണ്. RSSനെയും ഒരു മോഹൻ ഭഗവതിനെയും ഞങ്ങൾ അനുവദിക്കില്ല എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ആലുവ മേഖല മുസ്ലിം ഏകോപന സമിതി സംഘടിപ്പിച്ചിട്ടുള്ള ഐതിഹാസികമായ പ്രതിഷേധ മാർച്ച് ഈ വേദി ഇവിടെ നിന്നും സമാരംഭം കുറിക്കുകയാണ്. ഇനിയും മതവേഷത്തിന്റെ പേര് പറഞ്ഞ് പ്രതിഷേധം തുടരുന്നവർ ഓർക്കുക, നീയും ഞാനും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് കാണിക്കാനല്ല, വ്യത്യാസമില്ല എന്ന് കാണിക്കാനാണ് യൂണിഫോം. ഇനി മുതൽ മാർച്ച് 15 ഇസ്ലാമോഫോബിയ വിരുദ്ധ ദിനം. ഐക്യരാഷ്ട്രസഭയെ മതത്തിന്റെ പേരിൽ വിഭജിക്കുന്ന ഒരു ദിനം പറഞ്ഞിരിക്കുന്നു. ഐക്യരാഷ്ട്രസഭയിൽ തങ്ങളുടെ അജണ്ട നടപ്പാക്കാനുള്ള ഇസ്ലാമിക രാജ്യങ്ങളുടെ ശ്രമത്തിന് അംഗീകാരം ലഭിച്ചിരിക്കുന്നു. ഇസ്ലാമിനെതിരെ ആക്രമണങ്ങൾ നടക്കുന്നതായും ഇത് തടയാൻ ഇസ്ലാമോഫോബിയ ദിനം ആചരിക്കണമെന്നുമായിരുന്നു പ്രമേയം. എന്നാൽ ലോകമെങ്ങും ഇസ്ലാമിക സ്റ്റേറ്റ്, അൽ-ഖ്വയ്ദ, ബൊക്കോ ഹറാം, ഫുലാനി തീവ്രവാദികൾ എന്ന് വേണ്ട 100 കണക്കിന് ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ 10,000 ഇതര മതസ്ഥരെ നിഷ്കരുണം കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് UN-ൽ ഇത്തരമൊരു പ്രമേയവുമായി ഇസ്ലാമിക രാജ്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇന്ത്യയും ഫ്രാൻസും യൂറോപ്യൻ രാജ്യങ്ങളും ഈ പ്രമേയത്തോടുള്ള തങ്ങളുടെ ആശങ്ക അറിയിച്ചു കഴിഞ്ഞു. ഇസ്ലാമിന് മാത്രമായി ഒരു ദിനം നൽകുന്നത് വിവേചനപരമാണെന്ന് UN-ൽ ഇന്ത്യയുടെ പ്രതിനിധി TS തിരുമൂർത്തി വ്യക്തമാക്കി. മതത്തിന്റെ പേരിൽ നടക്കുന്ന എല്ലാത്തരം അക്രമങ്ങളെയും കണക്കിലെടുക്കണമെന്നും ഒരു മതത്തിന് മാത്രം പ്രത്യേക പരിഗണന നൽകുന്നത് ഐക്യരാഷ്ട്രസഭയെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കുന്നതിന് ഇടയാക്കുമെന്നും തിരുമൂർത്തി ചൂണ്ടിക്കാട്ടി. ഇസ്ലാമോഫോബിയ വിഷയത്തിൽ ചെക്കൈന ന്യൂസ് നടത്തിയ ബിഗ് ഡിബേറ്റിൽ അനിൽകുമാർ അയ്യപ്പൻ പറഞ്ഞ വാക്കുകളിലേക്ക്. ഇസ്ലാമോഫോബിയ എന്ന വാക്ക്, ഞാൻ ആ വാക്കിനെതിരാണ്. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ കേട്ടിട്ടുള്ള ഏറ്റവും വലിയ അശ്ലീലങ്ങളിൽ ഒന്നാണ് ഈ ഇസ്ലാമോഫോബിയ എന്ന വാക്ക്. ഈ ഫോബിയ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഒരു അടിസ്ഥാനവുമില്ലാതെ, യാതൊരു കാരണവുമില്ലാതെ തികച്ചും യുക്തിരഹിതമായി എന്തെങ്കിലും സംഗതികളെയോ ജീവികളെയോ വസ്തുക്കളെയോ ഒക്കെ ഭയപ്പെടുന്നതിനെയാണ് നമ്മൾ സാധാരണ ഫോബിയ എന്ന് പറയുന്നത്. ഫോബിയ എന്നുള്ള വാക്കിന്റെ അർത്ഥം അതാണ്. ഇപ്പൊ അക്വാഫോബിയ എന്ന് പറയും, എന്ന് വെച്ചാൽ ജലത്തിനോടുള്ള ഭയം, അല്ലെങ്കിൽ എയ്റോഫോബിയ പറക്കുന്നതിനോടുള്ള ഭയം, അല്ലെങ്കിൽ ബിബ്ലിയോഫോബിയ പുസ്തകങ്ങൾ കാണുമ്പോൾ പുസ്തകങ്ങളോടുള്ള ഒരു ഭയം, അല്ലെങ്കിൽ ഹീമോഫോബിയ രക്തം കാണുമ്പോൾ തളർന്നത്, രക്തത്തോടുള്ള ഭയം. അപ്പൊ ഇങ്ങനെ ഇതൊന്നും നമ്മളെന്തെങ്കിലും ഉപദ്രവിച്ചിട്ടല്ല. പുസ്തകങ്ങൾ ഇപ്പൊ കുറെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപദ്രവിക്കാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ വെള്ളം അവിടെ കിടക്കും നമ്മൾ ഉപദ്രവിക്കില്ല. പക്ഷെ അത് കാണുമ്പോൾ അകാരണമായിട്ടൊരു ഭയം വരികയാണ് അതിനോട്. അതാണ് ഫോബിയ എന്ന് പറയുന്നത്. കാരണം അടിസ്ഥാനരഹിതമായ തികച്ചും യുക്തിരഹിതമായിട്ടുള്ള ഭയങ്ങളാണ്. എന്നാൽ ഇസ്ലാമിനോടുള്ള ഭയം അങ്ങനെയുള്ള ഒന്നാണോ? സുബോധമുള്ള മനുഷ്യർ ഇസ്ലാമിനെ പേടിക്കുന്നത് കാരണമില്ലാതെയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് നമുക്ക് കിട്ടുന്ന ഉത്തരം. ഫോബിയ എന്ന വാക്ക് അകാരണമായ ഒരു ഭയത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ലോകവ്യാപകമായുള്ള ഇസ്ലാമിക ഭീകരത അത് കേവലം ഒരു ഫോബിയ അല്ല, മറിച്ച് അതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ UN-ന്റെ ഈ നടപടിയെ തികച്ചും പരിഹാസ്യമായ ഒരു തമാശയെന്നാണ് അഡ്വക്കേറ്റ് A. ജയശങ്കർ ഈ ചർച്ചയിൽ വിശേഷിപ്പിച്ചത്. മാർച്ച് 15 ഇനി മേലിൽ ഇസ്ലാമോഫോബിയയ്ക്ക് വിരുദ്ധമായ ഒരു ദിനമായിട്ട് അംഗീകരിക്കും, അത് ആചരിക്കും എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വിശേഷമുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ചു.
ആ റെസൊല്യൂഷൻ എഴുതിയ കടലാസിന്റെ വില പോലും ഒരാൾ കൽപ്പിക്കുകയില്ല. അപ്പൊ ഒരു രാജ്യം ഇത് അംഗീകരിക്കില്ല. ഇപ്പൊ നരേന്ദ്രമോദിയെ കണ്ടിട്ട് ഇസ്ലാമോഫോബിയ ഇന്ത്യയിൽ നിരോധിക്കണം, മാർച്ച് 15 ഞങ്ങൾ ദിനമായിട്ട് ആചരിക്കണം പറഞ്ഞാൽ അദ്ദേഹം സമ്മതിക്കില്ല. പിണറായി വിജയൻ പറഞ്ഞാൽ പുള്ളി സമ്മതിക്കും. പുള്ളി കേക്ക് തലയിട്ടാട്ട് കൊള്ളാം, അത് കയ്യിൽ തന്നെ വച്ചോ എന്ന്. ഇതിനപ്പുറത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഐക്യരാഷ്ട്രസഭ പുറമേ പാസാക്കിക്കൊണ്ടോ ദിനം ആചരിച്ചുകൊണ്ടൊന്നും ഈ രാജ്യത്ത് ഒരു പ്രശ്നവും തീർന്നിട്ടില്ല, തീരുകയുമില്ല. ഇതൊക്കെ വെറുതെ തമാശക്കൂട്ടുണ്ടാക്കുന്നതാണ്. ഇനി ഇതിൽ ഏറ്റവും വലിയ തമാശ ഈ പ്രമേയം അവതരിപ്പിച്ച പാകിസ്ഥാനാണെന്നുള്ളതാണ്. അതിനേക്കാൾ വലിയൊരു തമാശ ലോകത്തെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ലോകത്ത് തന്നെ ഏറ്റവും അധികം ന്യൂനപക്ഷങ്ങൾക്കെതിരെ അക്രമം നടത്തുന്ന രാജ്യം പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ രൂപീകരിക്കപ്പെടുന്ന കാലത്ത് അവിടെ ന്യൂനപക്ഷ സമുദായക്കാർ എത്ര പേരുണ്ടായിരുന്നു? ഹിന്ദുക്കൾ എത്ര ശതമാനമുണ്ട്? ഇപ്പൊ എത്ര ശതമാനമുണ്ട്? അപ്പൊ അവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സിഖുകാരും അടക്കമുള്ള ന്യൂനപക്ഷങ്ങളെ രണ്ടാം തരം പൗരന്മാരായിട്ട് കണക്കാക്കിയിട്ടില്ല, നാലാം തരം പൗരന്മാരായിട്ട് കണക്കാക്കി. അവർക്ക് പൗരാവകാശങ്ങൾ തന്നെ ഇല്ല. അത് കഴിഞ്ഞിട്ട് ഇവർ സിദ്ധാന്തം പറയുന്നത് ഇസ്ലാമോ ഫോബിയ എന്ന് പറഞ്ഞാൽ അവരുടെ തലക്കിട്ടടിക്കൂല ആൾക്ക്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവിടെ പോയിട്ട് ഇസ്ലാമോ ഫോബിയക്കെതിരെ ഞങ്ങൾ പ്രമേയം പാസ്സാക്കിയിട്ടെന്ന് പറഞ്ഞാൽ ആളുകൾ പുച്ഛിച്ചിരിക്കും. ഈസ്റ്റർ ദിനത്തിൽ ഉണ്ടായ സ്ഫോടനം നിങ്ങൾ ഓർക്കുന്നില്ലേ? ലാഹോറിൽ 15 വയസ്സായ പെൺകുട്ടിയെ വധശിക്ഷയ്ക്ക് വെച്ച് ഓർക്കുന്നില്ല. ഓട്ടെ, ഈ മതനിന്ദ നിയമം റദ്ദാക്കണമെന്ന് പറഞ്ഞ മുസ്ലിമായ പാകിസ്ഥാനിലെ ഗവർണറെ വെടിവെച്ചു വന്ന സംഭവമില്ലേ? അംഗരക്ഷകൻ സൽമാൻ തസീർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ സ്വന്തം അംഗരക്ഷകൻ വെടിവെച്ചു. ആ വെടിവെച്ചു വന്ന അംഗരക്ഷകനെ വിചാരണ ചെയ്ത് തൂക്കിക്കൊല്ലാന്ന് വെച്ച ജഡ്ജിയെ വെടിവെച്ചു. അതാണ് പാകിസ്ഥാൻ. ആ രാജ്യമാണ് ഇസ്ലാമോ ഫോബിയക്കെതിരെ പ്രമേയം പാസ്സാക്കുന്നത്. ഇതിനേക്കാൾ വലിയ തമാശ വേറെ ഉണ്ട്. എന്തൊരു ഭയങ്കര ക്രൂരമായ തമാശകളാണ് ഇതൊക്കെ. അവർ പ്രമേയം പാസ്സാക്കിയ പ്രമേയത്തിന് വല്ല വിലയുണ്ട്? ഒന്നും ആലോചിച്ച് നോക്കിയേ. പൊതുനിരത്തിൽ നിന്ന് കത്തുന്നത് മാർ ജോർജ് ആലഞ്ചേരി, വത്തിക്കാന്റെ പ്രതിനിധി ലിയനാർഡോ സാന്ദ്രി എന്നീ 2 കർദിനാൾമാരുടെ പ്രതിരൂപങ്ങളാണ്. അടുത്ത കാലത്തായി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വർദ്ധിച്ചു വരുന്ന അച്ചടക്ക ലംഘനങ്ങൾക്ക് അറുതി വരുത്തേണ്ട സമയം അതിക്രമിച്ചു എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അനുസരണം സഭാമക്കളെ പറഞ്ഞു പഠിപ്പിച്ചവർ അനുസരണക്കേടിന്റെ പാതയിൽ നിർബാധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവര് കത്തിക്കുന്നത് സഭയെയാണ്, സഭയുടെ ശിരസായ ക്രിസ്തുവിനെയാണ്. തികച്ചും സങ്കടകരവും അത്യന്തം ഹീനവും പ്രതിഷേധാർഹവുമായ ഈ നടപടിയെ ലോകമെങ്ങുമുള്ള ക്രൈസ്തവ സമൂഹം തുറന്ന് എതിർക്കേണ്ടതാണ്. ഇവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആര് തന്നെയായാലും അവർക്കെതിരെയുള്ള നടപടികൾ സ്വീകരിക്കാൻ സഭാ നേതൃത്വം ഇനിയും വെച്ച് താമസിപ്പിക്കരുത്. വാർത്തകളുടെ സ്കാനിംഗ് റിപ്പോർട്ടുമായി ന്യൂസ് സ്കാൻ ഇനി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം.